ഓണായി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണല്ലോ കായ വറുത്തത്. അപ്പം ഞങ്ങളും കുറച്ച് കായ വറുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അതിനുവേണ്ടി ഞങ്ങളൊരു 300-400 കിലോളം കായ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു കൂട്ടുകുടുംബമാണ് ഞങ്ങളുടേത്. ഒരു 60-70 ഫാമിലിക്കാർക്ക് വേണ്ടിയിട്ടുള്ള കായ നമ്മൾ ഒരുമിച്ചാണ് വറുക്കൽ. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഓരോ വീട്ടിൽ നിന്നൊക്കെ ഓരോ ആൾക്കാരൊക്കെ വന്ന് എല്ലാവരും കൂടി അത് നന്നാക്കി. ഈ ചേട്ടനാണെന്നുണ്ടെങ്കിൽ കായ തോല് പൊളിക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. ആ തോലങ്ങ് വിട്ട് പോയേയില്ല കേട്ടോ. അതങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അത് അതേപടി അടച്ചു വെച്ചാൽ നമ്മൾ വിചാരിക്കും അതിനുള്ളിൽ കായ ഉണ്ടെന്ന് കേട്ടോ. അതേമാതിരി. എന്നിട്ട് പിന്നെ ഈ തോല് ഞങ്ങൾ കളയില്ല കേട്ടോ. അതിൽ പയറിട്ടോ മുതിരയിട്ടോ ചെറുപയറൊക്കെ ഇട്ട് ഉപ്പേരിയായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് ഈ കായത്തോല് എടുത്തുകൊണ്ടായിരുന്നു. പിന്നെ ചേട്ടനത് തോല് പൊളിക്കുന്നതും അതുപോലെയാണല്ലോ, കണ്ടിരിക്കാൻ തോന്നും കേട്ടോ. നല്ല രസമുണ്ട്. ചേട്ടൻ്റെ കൈ പോലും അതിലൊരു അഴുക്കൊന്നും ആവുന്നില്ല കേട്ടോ. ഭയങ്കര പ്രാക്ടീസാണ് പുള്ളിക്ക് അത് തോല് പൊളിക്കാനായിട്ട്. എത്ര വേഗം എന്നറിയാമോ? 400 കിലോ കായയുടെ തോല് പൊളിച്ചെടുത്തത്. അത് തോല് പൊളിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഉരുളിയിൽ തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് ഞങ്ങൾ അരിഞ്ഞ് വയ്ക്കലില്ല കേട്ടോ. എണ്ണയിലേക്കാണ് നമ്മൾ അരിയൽ. അതല്ലാന്നുണ്ടെങ്കിൽ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിപ്സൊക്കെ ഉണ്ടല്ലോ, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഒട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഡയറക്റ്റ് തിളച്ച എണ്ണയിലേക്കാണ് ഇതരിയുന്നത്. ചിലരൊക്കെ ഞാൻ കണ്ടായിരുന്നു 2-3 കായ ഒന്നിച്ച് പിടിച്ചിട്ട് അരിയണ കണ്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. ഇവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കേണ്ട കാരണം എനിക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യം കിട്ടിയില്ല കേട്ടോ. അത് കാരണമാണ്. അപ്പോൾ അതൊക്കെ ഇതുപോലെ എണ്ണയിലേക്ക് ഓരോരുത്തർ ക്ഷീണിക്കുമ്പോൾ വേറൊരാൾ വന്ന് നിൽക്കും. അത് കണ്ടു നിൽക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു 2 ദിവസം മൊത്തം ഇത് തന്നെയായിരുന്നു പണി. ഇത്രയും പേർക്കുള്ള കായ വറുക്കാനായിട്ട് നിന്നിട്ട് അത് കണ്ടോ ഇപ്പോഴും. അങ്ങനെ അത് അവസാനം അത് മൂത്ത് കഴിയുമ്പോൾ അതിൽ ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിന് വേണ്ടിയിട്ട് ആ ഉപ്പ് കലക്കി വെച്ച വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അത് വാങ്ങുക ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചിപ്സ് ഉണ്ടാക്കി വന്നപ്പോൾ 350 കിലോയിൽ എനിക്ക് തോന്നുന്നു ഒരു 150 കിലോ ചിപ്സൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ മൊത്തം അളവ് ഞാൻ തൂക്കി നോക്കിയിട്ടില്ല, എത്ര മാത്രമേ ഉണ്ടായിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ കായ വറുക്കൽ കഴിഞ്ഞപ്പോൾ ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് അതും അരിഞ്ഞുണ്ടാക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ പക്ഷേ ശർക്കര വരട്ടിയുടെ അത് വിളയിക്കുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ തിരക്കിലായതുകൊണ്ടായിരുന്നു. എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു ശർക്കര വരട്ടിയുടെ. അപ്പോൾ അത് കാരണം അത് കാണിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ അത് വറക്കുമ്പോൾ അത് ഞങ്ങൾ ശർക്കര വരട്ടിയുടെ എണ്ണയിലേക്കല്ല കേട്ടോ അരി. അത് വേറെ തന്നെ അരിഞ്ഞു വെച്ചിട്ട് അതിങ്ങനെ വെതറിയിടുക. അത് നല്ല കനമുണ്ടല്ലോ, വലിയ തുക്കടയായിട്ടല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ശർക്കര വരട്ടിയുടെ ഉണ്ട്. അപ്പോൾ ഈ കാണിക്കുന്നത് അത് പിന്നെ ശർക്കരയിൽ വിളയിക്കുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കണ്ടോ ഇത് കണ്ടോ കഷ്ണങ്ങൾ കണ്ടോ. ഇത് നന്നായിട്ട് മൂത്ത് നല്ല ക്രിസ്പി ആവണം കേട്ടോ. അപ്പോഴേ പിന്നെ ശർക്കരയിൽ അത് വിളയിച്ച് കഴിയുമ്പോൾ അതിന് നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വറുത്ത് കോരി കഴിയുമ്പോൾ പിന്നെ അത് തണുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് പാക്കറ്റിലാക്കലായിരുന്നു പണി. കണ്ടോ ഇത്രയും ഇങ്ങനെ ഓരോ പാക്കറ്റ് ഓരോ കിലോൻ്റെ പാക്ക് പിന്നെ ശർക്കര വരട്ടി വേറെ ഉണ്ടാക്കി വെച്ചു. അപ്പം അങ്ങനെ ഈ ഒരാഴ്ച മൊത്തം ഇതായിരുന്നു കേട്ടോ പണി. ശർക്കര വറുക്കൽ, ശർക്കര വരട്ടി ഉണ്ടാക്കൽ, കായ വറുക്കൽ, പിന്നെ അത് പാക്കിങ്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.